നമസ്കാരം. 1946 മാർച്ച് മാസം 15-നാണ് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഭാരതത്തിനെ സ്വതന്ത്രയാക്കുവാനുള്ള തീരുമാനം ഹൗസ് ഓഫ് കോമൺസിൽ, അതായത് ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രഖ്യാപിക്കുന്നത്. അതിനെ തുടർന്ന് സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ ഒരു 3-അംഗ മന്ത്രിതല സംഘം ഇന്ത്യൻ പൊളിറ്റിക്കൽ നേതൃത്വവുമായി അധികാര കൈമാറ്റ ചർച്ചകൾക്കായി ഭാരതത്തിലെത്തി. ഭാരതത്തിലും പാകിസ്ഥാനിലും അന്നുണ്ടായിരുന്ന മുഴുവൻ പ്രവശ്യകളും ഉൾപ്പെടുന്ന ഒരു കോൺഫെഡറേഷൻ ഉണ്ടാക്കി അതിലേക്ക് അധികാരം കൈമാറുക എന്നതായിരുന്നു ക്രിപ്സ് മിഷന്റെ നിർദ്ദേശം. അത് വിഭജനത്തിന് അംഗീകരിച്ചിരുന്നില്ല. മാത്രവുമല്ല, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയും ജിന്നയും അവിഭക്ത കോൺഫെഡറേഷൻ, അതായത് വിഭജനമില്ലാത്ത ഭാരതം എന്ന ആശയത്തെ ഔദ്യോഗികമായി തന്നെ അന്ന് അംഗീകരിച്ചിരുന്നു. സ്വതന്ത്ര പാകിസ്ഥാൻ എന്ന ആശയത്തെ തള്ളിക്കളഞ്ഞ ക്രിപ്സിന്റെ നിർദ്ദേശങ്ങളെ അംഗീകരിച്ച ജിന്ന മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നിന്നും കടുത്ത വിമർശനം നേരിട്ടു. ജിന്നയെ ആ ഒരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷിച്ചത് 1946 ജൂലൈ മാസം 10-ന് ബോംബെയിൽ ഒരു പ്രസ് കോൺഫറൻസിൽ വെച്ച് നെഹ്റു നടത്തിയ ഒരു ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ക്രിപ്സ് മിഷന്റെ നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ പ്രസ് കോൺഫറൻസിൽ വെച്ച് നെഹ്റു ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കി. കോൺഗ്രസിന് ഇഷ്ടമുള്ള രീതിയിൽ ക്രിപ്സ് മിഷന്റെ നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് നെഹ്റു തന്റെ പ്രസ്താവനയിൽ പറഞ്ഞു. കോൺഗ്രസും മുസ്ലിം ലീഗും ബ്രിട്ടീഷുകാരും സംയുക്തമായി അംഗീകരിച്ച നിർദ്ദേശങ്ങൾ ഏകപക്ഷീയമായി തള്ളിപ്പറഞ്ഞ് നെഹ്റു ചരിത്രപരമായ ഒരു വിഡ്ഢിത്തം കൂടി ആവർത്തിച്ചു. പ്രതിച്ഛായ നഷ്ടപ്പെട്ട ജിന്നയ്ക്കും ലീഗിനും വീണുകിട്ടിയ അവസരമായിരുന്നു നെഹ്റുവിന്റെ സ്റ്റേറ്റ്മെന്റ്. നെഹ്റുവിന്റെ പ്രസ്താവനയെ ജിന്ന പൂർണ്ണമായും ചൂഷണം ചെയ്തു. അവിഭക്ത ഭാരതത്തിന്റെ പൂർണ്ണ അധികാരം മുസ്ലിം ലീഗിന് കൈമാറണമെന്ന് ജിന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. നെഹ്റുവിന്റെ സ്റ്റേറ്റ്മെന്റിനെ തുടർന്ന് മുസ്ലിം ലീഗ് കൗൺസിലർമാർ ബോംബെയിൽ യോഗം ചേർന്നു. ആ യോഗത്തിൽ വെച്ച് ക്രിപ്സ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ മുസ്ലിം ലീഗ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പാകിസ്ഥാൻ നേടിയെടുക്കുവാൻ 1946 ഓഗസ്റ്റ് മാസം 16-ന് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിക്കുവാൻ മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്തു. മുസ്ലിം ലീഗ് ഇന്ത്യയിൽ അഴിച്ചുവിട്ട ഏറ്റവും വലിയ വർഗീയ കലാപത്തിന്റെ സാക്ഷ്യപത്രമായി മാറി ഡയറക്റ്റ് ആക്ഷൻ ഡേ. മതത്തിന്റെ പേരിൽ ജിഹാദിനുള്ള ആഹ്വാനങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടായി. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമാക്കുവാൻ ജിഹാദിന് ഇറങ്ങിത്തിരിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് SM ഉസ്മാനെ പോലെയുള്ള മുസ്ലിം ലീഗ് നേതൃത്വം നോട്ടീസ് അടിച്ചിറക്കി വിതരണം ചെയ്തു. ഉസ്മാൻ അന്നത്തെ കൽക്കട്ട മേയറായിരുന്നു എന്നോർക്കണം. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും ഹീനമായ മനുഷ്യക്കുരുതിയാണ് ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്ന പേരിൽ 1946 ഓഗസ്റ്റ് 16-ന് അരങ്ങേറിയത്. 10,000-ലധികം ഹിന്ദുക്കൾ പച്ചയ്ക്ക് കൊല ചെയ്യപ്പെട്ടു. 15,000 പേർക്ക് അംഗവൈകല്യമോ പരുക്കോ പറ്റി. 1,00,000-ലധികം പേർ ഒരൊറ്റ ദിവസം കൊണ്ട് ബംഗാളിൽ ഭവനരഹിതരായി. ഈ കൂട്ടക്കുരുതിക്ക് വേണ്ട സകല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് മുസ്ലിം ലീഗ് നേതാവും അന്നത്തെ ബംഗാൾ പ്രീമിയർ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന HS സുഹ്രവർദിയായിരുന്നു. ഓഗസ്റ്റ് 16-ന് മുൻപ് തന്നെ എല്ലാ പ്രധാന പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഹിന്ദു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സുഹ്രവർദി സ്ഥലം മാറ്റിയിരുന്നു. 24 പോലീസ് സ്റ്റേഷനുകളിൽ 22-ഇടത്തും മുസ്ലിങ്ങളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു. 2-ഇടത്ത് ആംഗ്ലോ ഇന്ത്യൻസിനെയും. ഓഗസ്റ്റ് 16 ബംഗാളിൽ പൊതു അവധിയായി പ്രഖ്യാപിച്ചു. പരസ്യമായി തന്നെ സുഹ്രവർദി പോലീസിന്റെയും സൈന്യത്തിന്റെയും ഇടപെടലുകളെ നിയന്ത്രിച്ചു. കലാപത്തിൽ പിടിയിലായ മുസ്ലിങ്ങളെ അയാൾ അപ്പോൾ തന്നെ മോചിപ്പിച്ചു. ഹിന്ദുക്കൾ തിരിച്ചടിക്കുമെന്ന് ജിന്നയോ മുസ്ലിം ലീഗ് നേതൃത്വമോ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ അപ്രതീക്ഷിതമായി ഹിന്ദു തിരിച്ചടി തുടങ്ങിയതോടെ സുഹ്രവർദി ആർമിയുടെ സഹായം തേടി. നെഹ്റുവിന്റെ സ്റ്റേറ്റ്മെന്റ് രാജ്യത്തിന്റെ ഭാവിയെ എപ്രകാരമാണ് പ്രതികൂലമായി ബാധിച്ചതെന്ന് പട്ടേലും അബുൽ കലാം ആസാദും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പട്ടേൽ എഴുതിയിരിക്കുന്നത് ഇതാണ്: നെഹ്റു 4 പ്രാവശ്യം കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹം ബാലിശമായ നിഷ്കളങ്കതയോടെയാണ് പെരുമാറിയിരുന്നത്. വലിയ നാണക്കേടുണ്ടാക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം അടുത്തിടെ ചെയ്തിട്ടുണ്ട്. ബോംബെയിലെ പ്രസ് സ്റ്റേറ്റ്മെന്റ് അപ്രകാരം നെഹ്റുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു വൈകാരികമായ ഇടപെടലാണ്. ഇപ്രകാരം സൃഷ്ടിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ ശരിയാക്കിയെടുക്കുവാൻ മറ്റുള്ളവർ വളരെയധികം സമ്മർദ്ദത്തിലാവുന്നു. മൗലാന അബുൽ കലാം ആസാദ് മുസ്ലിം ലീഗിന്റെ ഡയറക്റ്റ് ആക്ഷനെ കുറിച്ച് പറഞ്ഞത് ഭാരതത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിച്ച നിർഭാഗ്യകരമായ സംഭവം എന്നാണ്. അബുൽ കലാം ആസാദ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് എഴുതിയ സ്റ്റേറ്റ്മെന്റോടൊന്ന് വായിച്ചിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. പട്ടേലായിരുന്നു എനിക്ക് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായി വന്നിരുന്നതെങ്കിൽ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ, അതായത് സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ ഭാരതം വിഭജിക്കേണ്ട എന്ന ആദ്യ പ്ലാൻ പട്ടേൽ വിജയകരമായി തന്നെ നടപ്പാക്കിയേനേം എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ജവഹർലാൽ ചെയ്തതുപോലെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അട്ടിമറിക്കുവാൻ അദ്ദേഹം ജിന്നയ്ക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയില്ലായിരുന്നു. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.